അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. എങ്ങനെ ഈ വിവേചനമില്ലാത്ത, വർണ്ണത്തിൻ്റെ പേരിൽ വിവേചനമില്ലാത്ത ഒരു സമൂഹം വളർന്നു വന്നു? ഇസ്ലാം അത് പരിഹരിച്ചു എന്നർത്ഥം. ഇസ്ലാമിൽ അതിന് പരിഹാരമുണ്ടായി. രക്തദാഹത്തോടെ ജീവിച്ചിരുന്ന അറബ് ഗോത്രങ്ങളോളം ആ അറബ് ഗോത്രങ്ങൾ പരസ്പരം സ്നേഹത്തിൽ കഴിയുന്ന കാരുണ്യത്തിൻ്റെ മനസ്സിൻ്റെ ഉടമകളായി പരിവർത്തിപ്പിക്കപ്പെട്ടു. അവരുടെ തടാകത്തിൽ നിന്ന്, അവരുടെ ഒട്ടകം തൻ്റെ തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചതിൻ്റെ പേരിൽ 40 വർഷം സംഘട്ടനത്തിൽ ഏർപ്പെട്ടിരുന്ന അറബ് ഗോത്രമുണ്ടായിരുന്നു, ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ. അവരിടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. അള്ളാഹു ആരാണെന്ന് പരിചയപ്പെടുത്തി. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണെന്ന് അവർക്ക് ബോധം നൽകി. ഈ ബോധനം അവരുടെ ജീവിതത്തെ പരിവർത്തിപ്പിച്ചപ്പോൾ 40 വർഷക്കാലത്തെ രക്തച്ചാലുകൾ അവർ മറന്നു, അത് വിസ്മരിച്ചു. അവർ സഹോദരങ്ങളായി ജീവിച്ചു. ആ സഹോദര്യ ബന്ധം അവർക്കിടയിൽ എന്തുമാത്രം ശക്തി പ്രാപിച്ചു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂത്തത്ത് യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ യുദ്ധം കഴിഞ്ഞ ശേഷം മുറിവേറ്റ് കിടക്കുന്ന ആളുകളെ പരിചരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട വ്യക്തി പാനജലവുമായി മുറിവേറ്റ് കിടക്കുന്നവനടുക്കിലേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ ചുണ്ടിലേക്ക് പാനപാത്രം അടുപ്പിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം കേൾക്കുന്നത് അല്പം അകലെ നിന്ന് ദാഹജലത്തിന് വേണ്ടി രോദനം പ്രകടിപ്പിക്കുന്ന മറ്റൊരു സഹോദരൻ്റെ ശബ്ദമാണ്. ഉടനെ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ആംഗ്യം കാണിച്ച ഭാഗത്തേക്ക് പാനപാത്രവുമായി ഈ മനുഷ്യൻ ഓടിച്ചെല്ലുന്നു. അവിടെ എത്തുമ്പോൾ അതിൻ്റെയും അപ്പുറത്ത് നിൽക്കുന്ന മറ്റൊരു വ്യക്തി, ദാഹജലത്തിന് വേണ്ടി ദാഹിച്ച് വിഷമിക്കുന്ന മറ്റൊരു വ്യക്തി ദാഹജലത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത് ശ്രദ്ധിച്ചു. ഉടനെ തന്നെ ഇദ്ദേഹം തൻ്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ച പാനപാത്രം ആംഗ്യം കാണിച്ചുകൊണ്ട് മൂന്നാമത്തവന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഈ വ്യക്തി ഓടിച്ചെന്ന് മൂന്നാമത്തെ വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു. തിരിച്ചു വന്നപ്പോൾ രണ്ടാമത്തവനും മരിച്ചു. ആദ്യത്തെ അടുക്കലേക്ക് ഓടിയെത്തുമ്പോഴേക്കും അദ്ദേഹവും ഈ ലോകത്തോട് വിട പറഞ്ഞു. മനുഷ്യൻ മരണത്തിൻ്റെ ഘട്ടത്തിലെത്തുമ്പോൾ അത് തന്നെ യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് മുറിവേറ്റ് രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ച ദാഹപാത്രം, ആ പാനപാത്രം സഹോദരന് കൊടുക്കുവാൻ പറയണമെങ്കിൽ, ആംഗ്യം കാണിക്കണമെങ്കിൽ എന്തുമാത്രമുള്ള സാഹോദര്യവും സ്നേഹവും കാരുണ്യമാണ് ഈ മനുഷ്യരുടെ മനസ്സുകൾ ഉണ്ടായിട്ടുള്ളത്. സഹോദരന്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ച് കലഹങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു ചരിത്രമുണ്ടായിരുന്ന അറബ് ജനത എങ്ങനെ ഈ രൂപത്തിൽ പരിവർത്തിക്കപ്പെട്ടു? ഈ ചരിത്രം ആവർത്തിക്കപ്പെടുന്നതാണ്. ഉമർ എന്ന് കേൾക്കുമ്പോൾ അറിയാത്തവരെന്ന് സമൂഹത്തിൽ ആരുമില്ല. ഖലീഫ ഉമറിനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം മക്കയിൽ അറിയപ്പെട്ടിരുന്നത് ഒരു ധീരനായ പോക്കിരി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മക്ക നിവാസികൾ അങ്ങനെയാണ് അദ്ദേഹത്തെ മനസ്സിലാക്കിയിരുന്നത്. നിരുപദ്രവകാരിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി പുറപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് പരിവർത്തനം വന്നു. തൻ്റെ ജീവിതം ഉത്തരവാദിത്തമുള്ളതാണ്. മരിച്ചതിന് ശേഷം എനിക്കൊരു പരലോകമുണ്ട്. എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ലോകമാണ് എന്ന വ്യക്തമായ വിശ്വാസം മനസ്സിൽ രൂഢമായപ്പോൾ ആ മനുഷ്യൻ മാറിക്കഴിഞ്ഞു. ഖലീഫ ഉമറിൻ്റെ കഥകൾ ധാരാളമാണ്. അടുത്ത രാത്രി മനുഷ്യർ ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഉറങ്ങാതെ തൻ്റെ തെരുവിൽ രാത്രി വിദേശികളായി എത്തിച്ചേരുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുവാൻ, വിഷമിക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുവാൻ ഉറക്കൊഴിഞ്ഞ് സഞ്ചരിക്കുന്ന ഖലീഫനെ നമ്മൾ കാണുന്നു. തൻ്റെ വിശാലമായ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ എവിടെയെങ്കിലും സഹായങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കാതെ വിഷമിച്ചു പോകുന്ന മനുഷ്യരുണ്ടോ എന്ന് അദ്ദേഹം ദുഃഖിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രാർത്ഥന നമ്മൾ കാണുന്നു. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതീരങ്ങളിൽ നോക്കാൻ ആളില്ലാതെ ഏതെങ്കിലും കോവർ കഴുത വിഷമിച്ചു പോകുന്നുവെങ്കിൽ, പ്രപഞ്ചനാഥ
ഈ ഉമറിന് അതിൻ്റെ പേരിൽ നീ ശിക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ ഈ പരിവർത്തനം ആ മനുഷ്യന്റെ മനസ്സിലുണ്ടായി? അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇസ്ലാം സമൂഹത്തിനു മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യന്റെ വിശ്വാസം അത് തീർത്തും കളങ്കമില്ലാത്തതായിരിക്കണം. അള്ളാഹുവിനെ കൃത്യമായും തിരിച്ചറിഞ്ഞുകൊണ്ട് സാക്ഷാൽ ദൈവവുമായുള്ള ഹൃദയബന്ധം മനുഷ്യനുണ്ടാകണം. തൻ്റെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട് എന്ന ബോധം മനുഷ്യനുണ്ടായിരിക്കണം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ദൈവം നൽകിയിട്ടുള്ള വ്യവസ്ഥയാണ്, മാർഗദർശനമാണ് ഖുർആൻ. അതിൻ്റെ ജീവിത മാതൃക സമർപ്പിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചപ്പോഴാണ് ഈ മനുഷ്യർ കൊള്ളാവുന്ന മനുഷ്യരായി മാറിയിട്ടുള്ളത്. ഭൂപടത്തിൽ ആരും ശ്രദ്ധിക്കാതിരുന്ന, ആരും അടയാളപ്പെടുത്താതിരുന്ന രാജ്യമായിരുന്നു അറബ് രാജ്യം. ആ അറബ് രാജ്യം ലോകത്തിന് മഹത്തായ സംസ്കാരം പ്രചരിപ്പിക്കുന്ന രാജ്യമായി മാറിയത് അറബികളുടെ ജീവിതം നോക്കിക്കണ്ട് പഠിക്കണമെന്ന് ലോക ജനത ആഗ്രഹിച്ചത് പേർഷ്യ, ഇറാഖ് തുടങ്ങിയുള്ള അനറബി രാജ്യങ്ങൾ മുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്, മറ്റിതര പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം പ്രചരിച്ചത് എന്തുകൊണ്ടാണ്? ഖുർആൻ ആ സമൂഹത്തിന് നൽകിയിട്ടുള്ള ഉദാത്ത സംസ്കാരം അവർ സ്വീകരിച്ചത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആധുനിക മനുഷ്യന് അവൻ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇതിന് പരിഹാരത്തിന് വേണ്ടി മനുഷ്യർ ഇന്നും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഖുർആൻ നൽകുന്ന ഈ പരിഹാരമാർഗം മനുഷ്യർ അന്വേഷിക്കുകയാണെങ്കിൽ, സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ കാലഘട്ടത്തിലെ പ്രശ്നത്തിനുമുള്ള പരിഹാരം ഖുർആൻ തന്നെയാണ്. ഖുർആൻ അല്ലാത്ത മറ്റൊരു മാർഗത്തിലൂടെ, മറ്റൊരു പരിഹാര മാർഗത്തിലൂടെ വിജയം കൈവരിക്കാൻ കഴിയുന്നില്ല. മനുഷ്യൻ എന്തെല്ലാം മാറി മാറി പരീക്ഷിച്ചു. ക്യാപിറ്റലിസവും സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ പരീക്ഷിച്ചു. യുക്തിചിന്തയും യുക്തിവാദങ്ങളും പരീക്ഷിച്ചു നോക്കി. പലതരം ദർശനങ്ങൾ പരീക്ഷിച്ചു നോക്കി. ഇന്ന് അത്തരം ദർശനങ്ങളിൽ പലതും മ്യൂസിയങ്ങളിൽ വിശ്രമിക്കുകയാണ്. ഗ്രന്ഥങ്ങളിൽ മാത്രമാണ് ഇതിന് പ്രസക്തിയുള്ളത്. മനുഷ്യ സമൂഹത്തിൽ പ്രസക്തിയില്ല, സ്വാധീനമില്ല, അംഗീകാരമില്ല. ഒരു കാലത്ത് അതിനുവേണ്ടി പടയോട്ടം നടത്തിയ ആളുകൾ ഇന്ന് അതിനെതിരെ പടയോട്ടം നടത്തുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. ഇതാണ് മനുഷ്യ ചിന്തകൾക്ക് വരുന്ന, മനുഷ്യന്റെ ചിന്തകൾക്ക്, അവൻ്റെ അഭിപ്രായങ്ങൾക്ക് വരുന്ന ദുരവസ്ഥകളെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറിച്ച് ദൈവികമായ മാർഗദർശനം എന്ന് പറയുന്നത് മനുഷ്യരെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്ന ത്രികാലജ്ഞാനിയായ ദൈവത്തിൻ്റെ സന്ദേശമാണത്. അതുകൊണ്ടത് തിരുത്തപ്പെടേണ്ടി വരുന്നില്ല, മാറ്റപ്പെടുത്തേണ്ടി വരുന്നില്ല, കൈകടത്തലുകൾക്ക് വിധേയമാകുന്നില്ല. അത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സുഗമമായ മുന്നോട്ടുള്ള ഗമനത്തിനും സമാധാനപൂർവ്വമുള്ള ജീവിതത്തിനും മരിച്ചതിൻ്റെ ശേഷമുള്ള ജീവിത വിജയത്തിനും വേണ്ടിയുള്ള സന്ദേശമാണ്. ആ സന്ദേശത്തിൻ്റെ ഏറ്റവും ആധുനികമായ രൂപമാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിൻ്റെ മുമ്പ് ഒരുപാട് വേദങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് മഹാരഥന്മാരായ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവരുടെ സന്ദേശങ്ങളുടെ ശകലങ്ങൾ ചിലപ്പോൾ ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ കൈകടത്തലുകൾക്ക് വിധേയമല്ലാതെ തീർത്തും സുരക്ഷിതമായ രീതിയിലുള്ള വേദഗ്രന്ഥമെന്ന് അവകാശപ്പെടാവുന്നത് ഇന്ന് നിലവിലുള്ളതിൽ ഖുർആൻ മാത്രമാണ്. ബൈബിളുകളോ ഇതര ഗ്രന്ഥങ്ങളോ സംബന്ധിച്ച് പഠിക്കുന്ന ഒരാളും തന്നെ ആ ഗ്രന്ഥം ദൈവം അവതരിപ്പിച്ച രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് ആരും അവകാശവാദം ഉന്നയിക്കാറില്ല. കാരണം അതിൽ പലതും തിരുത്തപ്പെട്ടിട്ടുണ്ട്, കൈകടത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്, കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അത് സംബന്ധിച്ച് പഠിച്ച പണ്ഡിതന്മാരെല്ലാം അംഗീകരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ തിരുത്തപ്പെടാതെ, കൂട്ടിച്ചേർക്കലുകളില്ലാതെ ആധുനിക ലോകത്തെ മനുഷ്യർക്ക് വേണ്ടി അവസാനമായി അവതരിപ്പിച്ചിട്ട വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ തന്നെയാണ്. അത് ഇന്നും സമൂഹത്തിൻ്റെ മുമ്പിൽ അത്യുജ്വലമായി, അന്യൂനമായി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ സന്ദേശം കൃത്യമായും അറിയുകയും പഠിക്കുകയും ചെയ്യുവാൻ നാം സന്നദ്ധമാണോ എങ്കിൽ കൊള്ളാവുന്ന നല്ലവരായ മനുഷ്യരാകാൻ, സമൂഹമാകാൻ, കുടുംബമാകാൻ ഈ കാലത്ത് ആളുകൾക്കും സാധിക്കും. മാത്രമല്ല മരിച്ചതിൻ്റെ ശേഷമുള്ള ജീവിതത്തിൽ സമാധാനം കൈവരിച്ചുകൊണ്ട് ദാറുസ്സലാമിലേക്ക് കടന്നു പോകാനും നമുക്ക് സാധിക്കും.
ദാറുസ്സലാം വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിൻ്റെ ഭവനത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗീയമായ ജീവിതത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ജീവിതത്തിൽ മനുഷ്യൻ കൈവരിക്കുന്നതിൽ ഏറ്റവും വലിയ വിജയം മരണാനന്തരം സ്വർഗം ലഭിക്കുക എന്നതാണ്. അവിടെയാണ് യഥാർത്ഥ ശാന്തിയുള്ളത്, യഥാർത്ഥ നിർഭയത്വമുള്ളത് അവിടെയാണ്. ജീവിതത്തിൻ്റെ അനശ്വരതയാണ് അവിടെ ലഭിക്കുന്നത്. നശിക്കാത്ത അനന്തമായ ജീവിതമാണ്. ആ ജീവിത വിജയത്തിന് വേണ്ടി ആ സന്ദേശം സ്വീകരിക്കുവാൻ, ഖുർആനിൻ്റെ മാർഗദർശനം സ്വീകരിക്കുവാൻ മനുഷ്യൻ സന്നദ്ധനാകേണ്ടതുണ്ട്. അതാണ് എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. സത്യം ഒന്ന് മാത്രമാണ്, എല്ലാം സത്യമല്ല. മൂന്നും മൂന്നും 6 അത് 5 7 അതുകൊണ്ട് സത്യം എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണുള്ളത്. അതൊരു സങ്കുചിത വീക്ഷണമല്ല, അതൊരു തീവ്രവാദമല്ല. മറിച്ച് ഒന്ന് മാത്രമാണ് സത്യം. 7 5 സത്യമല്ലാത്തതുപോലെ 3 6 എന്നത് സത്യമാണെന്നതുപോലെ സത്യമുള്ളത് ഒരേ ഒരു മതം മാത്രമാണ്. ആ മതം ഏതെന്ന് കണ്ടെത്തുക, അത് പഠിക്കുക, അതന്വേഷിച്ച് അതിൻ്റെ ആളുകളായി തീരുക. ഇതാണ് ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യൻ സ്വീകരിക്കേണ്ട മാർഗം. അതിനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിട്ടുണ്ട്. ഖുർആൻ പഠിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒട്ടനേകം ആധുനികരായ ആളുകൾ പോലും ഈ സത്യമാർഗം സ്വീകരിച്ച് നമുക്ക് കാണാവുന്നതാണ്. ആധുനിക ലോകത്തറിയപ്പെടുന്ന പല പ്രസിദ്ധരായ വ്യക്തികളും ഇപ്പോൾ ഖുർആനിൻ്റെ ഈ സന്ദേശത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് പോലും ഒട്ടനേകം ഉന്നത വ്യക്തിത്വം